ഇന്നലത്തെ ഗംഭീര നോമിനേഷന് ശേഷം ഇന്ന് രാവിലെ തന്നെ അനീഷ് കാത്തു നിന്ന് ഷാനവാസിനിട്ട് പണി കൊടുത്തിരിക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ അനീഷ് ഇന്നത്തെ ഒരു ദിവസം എനിക്ക് ഒരു കാര്യം മനസ്സിലായത്, അനീഷും ഈ സൗഹൃദവും ഒക്കെ കുറേയൊക്കെ അഭിനയിച്ച് തന്നെയാണ്, അല്ലെങ്കിൽ ആ ഒരു ആവശ്യത്തിന് ഉപയോഗിച്ചാണ് നിന്നതെങ്കിലും പിന്നെയും കുറെ അധികം സത്യസന്ധത ഷാനവാസിനോട് അനീഷ് പുലർത്തിയിരുന്നു. എന്നാൽ ഷാനവാസ് ഒട്ടും തന്നെ പിന്നെയും ഷാനവാസ് ഇമേജ് കോൺഷ്യസ് ആയിട്ട് അഭിനയിച്ച് സെന്റിമെന്റ്സ് കാർഡ് ഇറക്കി എല്ലാവരുടെ അടുത്തു നിന്നും ഒരു അറ്റൻഷൻ കീപ്പ് ചെയ്തു. പിന്നെ അതുപോലെ പുറത്ത് നിങ്ങൾ എല്ലാവരും നല്ലത് മാത്രമേ പറയാമേ എന്ന് ഷാനവാസ് എടുത്തു പറയുന്നത് പോലെ ഒരു സിറ്റുവേഷൻ ആണ് ഇന്ന് രാവിലെ തന്നെ വഴക്കിലുണ്ടായിരിക്കുന്നത്. സംഭവം നമ്മുടെ അനീഷ് ഉലാത്തുകയാണ് മുറ്റത്തൂടെ. അപ്പൊ ഷാനവാസ് ഇറങ്ങി വന്നപ്പോഴത്തേക്കും, ഷാനവാസ് എനിക്കൊരു കാര്യം പറയാനുണ്ട്, ഞാൻ ഇന്നലെ മുഴുവൻ ഷാനവാസിനെ ശ്രദ്ധിച്ചു, ഷാനവാസിന്റെ അടുത്ത് സംസാരം എല്ലാം കേട്ടു, എല്ലാം കഴിഞ്ഞിട്ട് ഞാൻ ഞാൻ തീരുമാനിച്ച കുറച്ച് കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട് എന്ന് പറഞ്ഞ് അനീഷ് ഷാനവാസിനെ വിളിക്കുകയാണ്. ഷാനവാസ് ചെല്ലുന്നുണ്ട്, കേൾക്കുന്നുണ്ട്. ഷാനവാസിനോട് അനീഷ് പറയുന്ന കാര്യങ്ങൾ ഇതൊക്കെയാണ്. നിങ്ങൾ ആ നെവിന്റെ വിഷയം, അതായത് നെവിൻ മോശമായ രീതിയിൽ ഷാനവാസിനെ തൊട്ടു എന്നുള്ള വലിയ ഒരു പ്രശ്നം, അന്ന് ആ വിഷയം അവിടെ ഉണ്ടാക്കിയ സമയത്ത് ഷാനവാസിനെ ഒപ്പം കേൾക്കാനും ഷാനവാസിന്റെ പക്ഷം പറയാനും നിൽക്കാനും ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ അത് ചെയ്തു, നല്ലൊരു സുഹൃത്തായിട്ട് ഞാൻ അത് ചെയ്തു. പക്ഷേ ഇന്ന് നിങ്ങൾ പറയുന്നു അത് ആദിലെയും നൂറയെയും പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടും അവരെ നാണം കെടുത്താതിരിക്കാൻ വേണ്ടിയിട്ട് താൻ അത് സ്വന്തമായിട്ട് ഏറ്റെടുത്ത എന്തോ വലിയ ഒരു ത്യാഗമായിട്ടും എന്തൊക്കെയോ വലിയ സംഭവമായിട്ടുമാണ് ഇപ്പോൾ ഷാനവാസ് അത് പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ അങ്ങനെയാണെങ്കിൽ ഞാൻ എന്തിനായിരുന്നു ഷാനവാസിനെ സപ്പോർട്ട് ചെയ്തത്? ഞാൻ ഷാനവാസിന്റെ ഒപ്പം നിന്നപ്പോൾ അത് എനിക്കൊരു ചതിയല്ലേ ആയത് എന്ന് ചോദിക്കുന്നുണ്ട്. അതുപോലെ നിങ്ങൾക്ക് അവര് രണ്ടുപേരും മക്കളാണെങ്കിൽ, അല്ലെങ്കിൽ അവർ പെങ്ങളാണ് നിങ്ങൾക്ക് എങ്കിൽ ഞാൻ ഇവിടെ, എന്റെ സ്ഥാനം ഇവിടെ എന്താണ്? ഞാൻ നിങ്ങൾക്ക് മിത്രമാണോ? ഞാൻ നിങ്ങൾക്ക് സുഹൃത്താണോ എന്ന് ഷാനവാസിനോട് അനീഷ് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് തന്നെ അനീഷ് തന്നെ പറയുന്നുണ്ട്, പല നോമിനേഷനിലും ഞാൻ ഇതെല്ലാം വിളിച്ചു പറഞ്ഞു, നിങ്ങളൊരു മെയിൽ ഷോവനിസ്റ്റ് ആണ്, നിങ്ങളിവിടെ ഇമേജ് കോൺഷ്യസ് ആണ്, നിങ്ങളിവിടെ ഹീറോ കളിക്കുകയാണ്, നിങ്ങൾക്ക് തോന്നുമ്പോൾ കരയാനും കണ്ണുനീര് കാണിക്കാനും സാധിക്കുന്നുണ്ട് എന്നുൾപ്പെടെ കാര്യങ്ങൾ അനീഷ് ഷാനവാസിന്റെ മുഖത്ത് നോക്കി സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഷാനവാസിന് അവിടെ കുരു പൊട്ടുന്നുണ്ട്. ഷാനവാസ് തിരിച്ച് പ്രതികരിക്കുന്നുണ്ട്. ഷാനവാസ് പറയുന്നത്, ഇന്നലത്തെ 3 നോമിനേഷൻ എവിടുന്നാന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു. പിന്നെ മെയിൽ ഷോവനിസ്റ്റ് എന്ന് പറയുന്നൊരു വാക്ക് ആരിൽ നിന്ന് വന്നു എന്ന് എനിക്ക് ഉറപ്പില്ലായിരുന്നു. എനിക്ക് സന്തോഷമായി, അത് നീയാണ് എനിക്ക് വേണ്ടിയിട്ട് നീയാണ് അതവിടെ പറഞ്ഞു തുടങ്ങിയത്, എനിക്കെതിരെ പറഞ്ഞു തുടങ്ങിയത് നീയാണ്, നീ എന്ത് സുഹൃത്താടാ എന്ന് ചോദിച്ചുകൊണ്ട് ഷാനവാസ് നിൽക്കുന്നുണ്ട്. ശരിക്കും ഷാനവാസ് ഈ പറഞ്ഞ ആദില, നൂറ ഇവർക്കെതിരെ ഇവര് ഒരു വലിയൊരു വഴക്കിലേക്ക് വന്നപ്പോൾ പോലും ഷാനവാസ് ശരിക്കും ഭയക്കുന്നത്, ഷാനവാസ് ഇപ്പൊ ലക്ഷ്മിയുടെ കൂടെ കൂട്ടുപിടിച്ചിരിക്കുകയാണ്. കാരണം ഇത്രയും വഴക്കുണ്ടാകുമ്പോഴും ലക്ഷ്മി അടുത്ത് പോയി ന്യായീകരണം നിരത്താൻ ഷാനവാസ് ശ്രമിക്കുന്നുണ്ട്. ലക്ഷ്മി ആരാ മോള്. അപ്പൊ ഏതായാലും ശരി, ഷാനവാസിന് ശരിക്കും പറഞ്ഞാൽ പുറത്ത് തന്നെ എല്ലാവരും മെയിൽ ഷോവനിസ്റ്റ് ആയിട്ട് കാണുമോ എന്നുള്ള പേടി വന്നു തുടങ്ങിയിട്ടുണ്ട്. അല്ലെങ്കിൽ താൻ ഇവിടെ നടത്തുന്നതൊക്കെ എങ്ങനെയാണ് പുറത്ത് ഡിസ്കസ് ചെയ്യുന്നത്? ലാലേട്ടൻ വന്ന് കഴിഞ്ഞ ആഴ്ച പൊരിച്ചു, അപ്പോൾ ഉറപ്പായിട്ടും ലാലേട്ടൻ അത് പുറത്ത് സംസാരിക്കണമെങ്കിൽ പ്രേക്ഷകർ പറയുന്നത് കൊണ്ടാണല്ലോ ലാലേട്ടൻ ഇതെല്ലാം ചോദിച്ചത്. ആ ഒരു ഉമ്മ വന്ന് തന്നോട് സംസാരിച്ചു, അപ്പോൾ ആ ഉമ്മ അങ്ങനെ പറയണമെങ്കിൽ തന്റെ ഗ്രാഫ് ഇപ്പൊ താഴെയാണ്, താനിപ്പോ നെഗറ്റീവാണ്. അതൊരു വല്ലാത്ത ടെൻഷനായി മാറിയിരിക്കുകയാണ്. ശരിക്കും എനിക്കൊരു സഹതാപം ഷാനവാസിനോട് തോന്നുന്നുണ്ട് പേഴ്സണലി. ബിക്കോസ് ഷാനവാസിന് മാനസികമായിട്ട് നല്ല പിരിമുറുക്കമുണ്ട്. ഒരു ജെനുവിനായിട്ടുള്ള ഒരു നിലനിൽപ്പ് ഇനി ഷാനവാസിന് പറ്റില്ല. കാരണം എന്ന് വെച്ചാൽ പല മുഖങ്ങൾ ഷാനവാസ് ബിഗ് ബോസ് ഹൗസിൽ കാണിച്ചു. ഒരുപാട് പേര് ന്യായീകരിച്ചുകൊണ്ട് ഷാനവാസിനെ കുറിച്ച് പറയുന്നത് പച്ചയായ മനുഷ്യനാണ്, ബിഗ് ബോസിന്റെ ഒരു സീസണും കണ്ടിട്ടില്ല. ബിഗ് ബോസിന്റെ സീസൺ കാണാത്തത് ഷാനവാസിന്റെ കുഴപ്പമാണ്, ഷാനവാസിന്റെ തെറ്റ് തന്നെയാണ്. ബിഗ് ബോസ് എന്ന് പറഞ്ഞ റിയാലിറ്റി ഷോയിലേക്ക് ഇതൊന്നും കാണാതെ ചെന്ന് കയറാൻ ഷാനവാസിനോട് ആര് പറഞ്ഞു? അപ്പോൾ അത് ഷാനവാസിന്റെ കുഴപ്പമാണ്. ടാസ്ക് കംപ്ലൈന്റ് ആക്കിയത് അത് ഏറ്റവും കൂടുതൽ പേരെയും വിസിബിൾ ആയിട്ട് ഷാനവാസ് എന്താണ് അവിടെ ചെയ്തത് എന്നുള്ളത് എല്ലാവരും കണ്ടു. ഒരു അങ്ങേയറ്റം ഒരു പൊട്ടൻ പ്രവൃത്തിയാണ്, മണ്ടൻ പ്രവൃത്തിയാണ് എന്നുള്ളത് ഉൾപ്പെടെ എല്ലാവരും കണ്ടു. അതിൽ ഷാനവാസ് നന്നായിട്ട് വിഷമിക്കുന്നുണ്ട്. ആ ഒരു ടാസ്ക് താൻ ഇത്രയും കുളമാക്കി എന്ന് തന്നോട് തന്നെ തനിക്ക് ഓർത്ത് വിഷമിക്കാനുള്ളതെല്ലാം കഴിഞ്ഞ ലാലേട്ടൻ എപ്പിസോഡിൽ കാണിച്ചതുകൊണ്ട് അതും അതിനോടൊപ്പം സ്ത്രീകളെ വിമർശിക്കുന്നത് വളരെ മോശം, സ്ത്രീകളോട് സംസാരിക്കുന്നത് തന്നെ വളരെ മോശമായിട്ടാണെന്ന് ലാലേട്ടൻ ഒരുപാട് തവണ വാൺ ചെയ്തു. സാബുമോൻ വന്നപ്പോൾ സാബുമോൻ പറഞ്ഞ കാര്യം അതിനൊക്കെ ഷാനവാസ് നന്നായിട്ട് ഇപ്പൊ ചുറ്റും തനിക്കെതിരെയാണ് ഇവിടെ നടക്കുന്നത്, എല്ലാം തനിക്കെതിരായി എന്നൊക്കെ ഷാനവാസ് മനസ്സിലാക്കുന്നുണ്ട്.
അനീഷ് വന്ന് സംസാരിക്കുമ്പോൾ അനീഷിനോടും പറയുന്നത് നീയാണ് ആ മെയിൽ ഷോവനിസ്റ്റ് എന്നുള്ള വാക്ക് ഇവിടെ കൊണ്ടുവന്നത്, അപ്പൊ എനിക്കെതിരെ നീയാണ്, എന്നെ ഏറ്റവും കൂടുതൽ ചതിച്ചത് നീയാണെന്ന് പറഞ്ഞിട്ട് ഷാനവാസ് എഗെയിൻ അനീഷിന് നേരെയാണ് പോകുന്നത്. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു കോൺവെർസേഷൻ കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയൊരു കാര്യം എന്ന് വെച്ചാൽ അനീഷ് ശരിക്കും ഷാനവാസിനെ സപ്പോർട്ട് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. ഷാനവാസിനോടുള്ള അല്പമെങ്കിലും ആ ഒരു ഗെയിം എന്നതിലുപരി അല്ലെങ്കിൽ ടാസ്ക് സ്ട്രാറ്റജി എന്നതിലുപരി ഷാനവാസിനെ കുറച്ചെങ്കിലും ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ചിട്ടുള്ളത് അനീഷ് മാത്രമാണ്. ആ ഒരു ബിഗ് ബോസ് ഹൗസിൽ തന്നെ ഷാനവാസിനെ റെസ്പെക്ട് ചെയ്തിട്ടുള്ളത്, സ്നേഹിച്ചിട്ടുള്ളത് അത് അനീഷാണ്. ചോദിച്ചു മേടിച്ച സ്നേഹം എന്ന് ഷാനവാസ് ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ട്. അങ്ങനെ പോലും അനീഷിനോട് ഷാനവാസിന് അങ്ങനെ ഒരു സ്നേഹം ഇല്ല എന്ന് എനിക്ക് ഇന്നത്തെ ആ ഒരു ടോക്ക് കണ്ടപ്പോൾ എനിക്ക് ഫീൽ ചെയ്തൊരു കാര്യമാണ്. അതെനിക്ക് മനസ്സിലാക്കാൻ പറ്റിയൊരു കാര്യമാണ്. ഇന്ന് രാവിലെ തന്നെ അടിപൊട്ടിയിരിക്കുകയാണ്. സാബുമാനാണ് ഇത്തവണത്തെ ആ ഹൗസ് ക്യാപ്റ്റൻ. ഇന്നലെ എനിക്ക് അതിൻ്റെ ആ ഒരു റിവ്യൂ ഒന്നും കൊണ്ടുവരാൻ പറ്റിയിട്ടില്ല. പക്ഷെ എന്തായാലും ഇന്ന് രാവിലെ തന്നെ ഞാൻ ചിൽപ്പില്ലായിട്ട് വന്നിരിക്കുകയാണ്. ഉറപ്പായിട്ടും ഇന്നത്തെ ദിവസം നമുക്ക് ലൈവിൽ എന്തൊക്കെ നടക്കുന്നതെന്ന് കാണാം. കാരണം എന്ന് വെച്ചാൽ ഇനി 10 മത്സരാർത്ഥികൾ മാത്രമേ ഉള്ളൂ. ടോപ്പ് 10 ആണ്. ആ ടോപ്പ് 10ൽ ഇനി 5 പേര് ആരായിരിക്കും, ഇനിയുള്ള ടാസ്ക് എന്തായിരിക്കും, ഓക്കെ കാണാം. അപ്പോൾ സീരിയൽ ഗ്രാമ നിങ്ങൾ ഫസ്റ്റ് ടൈം ആണ് കാണണമെങ്കിൽ ഉറപ്പായിട്ടും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഞാൻ പോയി വരാം. ബൈ.